ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് കാശ്മീരെത്തിയിട്ടു. കാശ്മീരല്ല, ജമ്മുവിലുള്ള നമ്മളെ ഫസ്ലു, അതുപോലെ റമീസ്. ഒരു ഹായ് പറയും റമീസേ. ഹായ് ഹായ് ഫസ്ലു. അത് നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് കയറി കേട്ടോ. ഇപ്പോൾ ജമ്മു താവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് വൈഷ്ണോദേവിക്ക് കയറണം. എന്നിട്ട് ചിലപ്പോൾ ഷെയർ ടാക്സി അല്ലെങ്കിൽ ഡയറക്റ്റ് ശ്രീനഗർ വരെ അടുത്ത അനൗൺസ്. ശ്രീനഗർ വരെ ട്രെയിൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി അവിടുന്ന് വരുന്ന സമയത്തൊരു ഡബിൾ ഡെക്കർ ട്രെയിനെല്ലാം കണ്ടിനി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഏകദേശം 12 മണിക്കൂറോളം ട്രെയിൻ ജേണി ഉണ്ട് ജമ്മു താവിക്ക് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു ജേണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ട്രെയിനുള്ള കാത്തിരിപ്പാണ്. ഏകദേശം 1-2 ദിവസമായിട്ട് ഇപ്പോൾ ഫുള്ള് ട്രെയിനാലേ. भाई कश्मीर है, गाँव कहाँ है? आसाम. यहाँ क्या है? पापा आर्मी में उधमपुर जा रहे हैं. घूमने के लिए नहीं, घूमने के लिए गए थे, आसाम गए थे, अभी आए हैं. അങ്ങനെയാണ്. വെറുതെ വീഡിയോയിൽ റമീസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് വീഡിയോയിൽ ഓണ് കയറ്റിയത് അല്ലേ? റമീസ് ഇവിടെ നിന്ന് മോട്ടറൊക്കെ വീഡിയോ കയറ്റി യൂട്യൂബ് ചാനലുണ്ട്. ഓ ഓക്കെ, യൂട്യൂബ് ചാനൽ നെയിം एक डायरेक्ट साहिल हाटेमुड़िया. ഓക്കെ, അപ്പോൾ അതാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം. അപ്പം ജസ്റ്റ് എല്ലാവരും കയറി നോക്കുക അല്ലേ? നോക്കിയാ റമീസേ, എങ്ങണ്ട് തണുപ്പ്? എങ്ങണ്ട് തണുപ്പ് കൂടിയില്ലേ? മഞ്ഞൊന്നുമില്ല, തണുപ്പാണ്ട് കൂടി. ഞാൻ ഈ സാധനം എടുത്തിട്ട് ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ ഒരു ലെങ്ത്തുള്ളൊരു സാധനമാണ്. നല്ല രസമുണ്ട്. തണുപ്പെന്നുള്ളൊരു പ്രൊട്ടക്ഷൻ അടിപൊളിയാണിത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജമ്മു താവിന്ന് ട്രെയിന് കയറിയിട്ട് എവിടെ എത്തി? ഇതെന്താ പറയുക, ഇങ്ങോട്ടെന്താ പറയുക, ഇങ്ങോട്ടെന്താ പറയുക, എന്തോ ഒരു വൈഷ്ണോദേവി കാന്ത്ര അങ്ങനെന്തോണ് പേര്. അപ്പോൾ ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ റമീസ്. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ച് സിമ്മെല്ലാം എടുത്ത്. ഇവിടെ നമ്മളെ നാട്ടിലെ സിമ്മ് വർക്ക് ചെയ്യില്ല. അതുപോലെ ഇവിടെ ഒരുപാട് ഈ ഒരു സംഭവം പോകുന്നുണ്ട്. ഹെലികോപ്റ്റർ ഇതേ കണ്ടോ, കുറേ പോകുന്നുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പോകുന്നതാണെന്നാണ് അറിയാൻ പറ്റിയത്. അതുപോലെ ഇവിടെ നല്ല എന്താ പറയുക ആർമീൻ്റെ സംഭവങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലേ, സെക്യൂരിറ്റീസ് കൂടുതലല്ലേ? ആർമീൻ്റെ സെക്യൂരിറ്റീസ് നല്ല കാണില്ല ഇവിടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം ഗൈസ്. ബൈ. അങ്ങനെ നമ്മൾ ബനിഹാലിലെത്തി. ബനിഹാലി വഴി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നവംബർ ഡിസംബർ സമയത്തൊക്കെ ഇവിടെ എന്താ പറയുക ഈ ട്രാക്കിലെല്ലാം മഞ്ഞുണ്ടാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്നിട്ട് ഈ ഒരു ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു പോകും അല്ലേ ഫസ്ലു? ഗായ്സ്, എല്ലാവരും ഇത് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ ക്യാമറയുടെ ബെല്ല് നീച്ചു പോയി. എത്താൻ ആയിക്കളെ. നമ്മളിപ്പോൾ കാശ്മീരിൽ ശ്രീനഗറിലായിട്ടുള്ളത്. ശ്രീനഗർ വന്നിട്ട് ഇന്നലെ രാത്രി റൂം എടുത്ത് ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഈ കാശ്മീർ വരുന്നത്. ഞാൻ കുറേ മുന്നേ വന്നതാണ്. അപ്പോൾ അതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഞാൻ റമീസ് ഫസ്ലു നമ്മൾ 3 നാൾ വന്നിട്ടുള്ള ആ ഒരു ശ്രീനഗരത്തെ ആദ്യത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. നേരെ സ്റ്റേ എടുത്തിട്ട് എന്ത് ചെയ്ത് ഇവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഇപ്പോൾ രാവിലെ 7 മണിക്കായപ്പോൾ എണീറ്റ് ഇന്നിങ്ങനെ സൈറ്റ് സീയിങ്ങിന് പോകണം. അതിന് മുമ്പ് ക്യാപ്പ് വാങ്ങണം. മറ്റേ മഞ്ഞ് കൊള്ളാതൊക്കെയുള്ള ക്യാപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങണം. കുളിച്ചിട്ടൊന്നും ചേട്ടാ ഇവിടെ എത്തിയിട്ട് കുളിക്കാനൊക്കെ വിചാരിച്ചിനി. ഭയങ്കര ഒടുക്കത്തെ തണുപ്പ് കാരണം കുളിക്കാനൊക്കെ ഭയങ്കര മടിയായി. അതൊക്കെയാണ് സംഭവം. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു റൂം? എങ്ങനെയുണ്ട്? നമ്മൾ ചീപ്പായിട്ട് എടുത്ത റൂമാണ്. വളരെ ചീപ്പായിട്ട് നമുക്ക് booking.com കിട്ടിയ റൂമാണ്. പക്ഷേ നമ്മൾ 100% സാറ്റിസ്ഫൈ ആണ് ഈ റൂമോട്. എങ്ങനെ റമീസ് റൂമിനെ പറ്റിയായിരുന്നോ? കുഴപ്പമില്ലാന്നല്ലോ, ഒരു നല്ല പോലെ പറയും. നമ്മളെ നായി വരുന്നില്ല എന്നാട്ടോ പറഞ്ഞത്. ഇത് കൊടുക്കില്ലായിരുന്നു. ചങ്ങായി വരുന്നില്ല എന്നാ പറഞ്ഞത്. കൊടുക്കില്ലാന്ന് ഇവിടെ കിടന്നുറങ്ങാണ്. നമ്മളെ നീച്ച് ബാറമീസേ എന്താണ് പനിയുണ്ട്. ഇവിടെ എത്തിയ പനി
തൊണ്ടവേദന ജലദോഷം ഗുളി കുടിച്ചോ? ഇങ്ങോട്ട് നോക്കിയാ എന്തിന് ഗുളി കുടിച്ചിട്ട് എന്തൊക്കെയാന്നോ തണുപ്പ് കിട്ടിയപ്പോ പനി. ഇവിടെ നോക്കി വന്ന് റൂം എങ്ങനെ ഉണ്ടായിരുന്ന? അടിപൊളിയല്ലേ? നമുക്ക് 2 ബെഡ് കിട്ടി. എത്ര ആക്ക്? നമ്മള് 3 ആക്കി. ഈ കാണുന്ന ബെഡും പിന്നെ ആ കാണുന്ന ബെഡും. എങ്ങനെയുണ്ട്? ഫസ്റ്റിലിപ്പോ എന്തായിരുന്നു കുളിക്കാനല്ല വാഷ് ചെയ്യാൻ പോയിന്. അപ്പോൾ അവന് പോയി എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഇവിടെ പോവും, പഹൽഗാമോ ഗുൽമർഗോ സോനമർഗോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ടൗണിൽ പോയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എനിക്ക് ഈ ഒരു സാധനം ഒഴിവാക്കിയിട്ട് ഒരു ജാക്കറ്റ് വാങ്ങണം, അതുപോലെ പിന്നെ എന്തേനി ഗ്ലൗ വാങ്ങണം, ക്യാപ്പ് വാങ്ങണം, പിന്നെ കൗത്തിലിടുന്ന സാധനമുണ്ട് തണുപ്പ് ഉള്ളിലോട്ട് കയറാതൊക്കെ വേണ്ടിയിട്ട് ആ ഒരു സാധനം കൂടി വാങ്ങിക്കണം. അപ്പോൾ നമ്മളെ ബാഗ് സംഭവങ്ങളൊക്കെ അതേ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് ഇതിൻ്റെ ബാഗ്, ഇത് ബസ്സിലുണ്ട് ബാഗ്, റമീസിൻ്റെ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്തായാലും ഈ ഒരു എമൗണ്ടിൽ കിടിലെ റൂമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിലൊക്കെ ചീപ്പായിട്ട് റൂം കിട്ടണമെങ്കിൽ ജസ്റ്റ് booking.com നോക്കിയാൽ മതി. പിന്നെ ആളുകൾ കൂടുമ്പോൾ റൂമിന് റേറ്റ് കുറയിട്ടോ പറയട്ടി ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി. ഈ ഒരു എമൗണ്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല, കാരണം അത്രയ്ക്ക് ചീപ്പായിട്ടാണ് നമുക്ക് കിട്ടി. പക്ഷേ റൂമാണെങ്കിലോ ബെഡിലുള്ള ഹീറ്റർ ഇല്ലയെന്നുള്ളൂ, ആ ഒരു സാധനമൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് ആവും. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല, നമ്മൾ ബുക്ക് ചെയ്ത് നേരെ വന്നില്ല റമീസ. പിന്നെന്താ ഹീറ്റർ ഇതുവരെ ഞാൻ ഇതുപോലെ ഒരു പ്രോപ്പറായിട്ട് വ്ളോഗ് എടുക്കാനൊന്നുള്ള മൂടൊന്നും ഇല്ല. ഇനി ട്രെയിനും ഫുള്ള് എന്താ പറയുക, ഫോൺ വരേക്ക് കുടിക്കാനുള്ളൊരു ഫ്രീഡം പോലും ഇല്ല. ഇനി നമ്മൾ ജനറലിലാണ് വന്നേ, ഒറ്റ മൈൻഡിൽ വരുമ്പോൾ ഫുള്ള് ജനറലിലേക്കാരും വരേണ്ടി വരിക, അല്ലാതെ സ്ലീപ്പർ ആയാലും ഒന്നും നമുക്ക് കിട്ടില്ല അല്ല റമീസ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത്. റമീസ് അവിടെ ഉണ്ട്, ഓൻ എടുക്കണോ വരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളാദ്യം പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ജാക്കറ്റ് സാധനങ്ങൾ ഗ്ലൗ, ഓൻക്കുള്ള ഗ്ലൗവും ക്യാപ്പ് സാധനമൊക്കെ വാങ്ങും. നമുക്ക് ചെറുതായിട്ട് പനിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും പോയോക്കട്ടെ. ഫസ്റ്റിൽ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട്, വാഷ്റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നേരെ ജസ്റ്റ് ടൗണിൽ പോകാം. നോക്കിക്കുക, നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി കേട്ടോ. ഇതാണ് ഡാലിക്കിൻ്റെ അവിടെയുള്ള അവസ്ഥ. അയ്യാ എങ്ങനെയുണ്ട് സൺറൈസ്? ആര് പുക അവിടെ കാണുന്നില്ലടോ, അവിടെ കൈ എന്തേ വെക്കേണ്ടി വരും ആഞ്ഞിട്ടാ കാരണം ഞാൻ പിന്നെ തൊള്ളേന്ന് വരും, കൈയൊക്കെ വറക്കടി. ഗായ്സ് ഇതോ മഞ്ഞ് വീണെടുക്കുന്നതില്ലേ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നായിക്കാട്ടുണ്ട്. നമ്മൾ പെഹൽഗാമാണ് പോണേ ഇന്ന്, ആദ്യത്തെ ദിവസം. പെർ ഹെഡ് 500 എങ്ങാണ്ടാണ് പറഞ്ഞത്. നമ്മള് കുതിര റൈഡ് എങ്ങനെയുണ്ട് ബസ്സിലോ? നമ്മളെ ടീംസ് എല്ലാരും ഉണ്ട്, എല്ലാരും ഇവിടെ കുതിര എല്ലാം എടുത്ത് സെറ്റായി നിക്കാണ്. കുതിര അളകുണ്ട്. ബാഹുബലി പോണമാരി കുതിരമര് വേറെ കുതിര കയറിക്കണ്. ഫസ്ലു എടാ ഇത് തടിഞ്ഞു പോണ്, മത്സരം ഉണ്ടാക്കി പോണ്. ഗൈസ് അങ്ങനെ നമ്മള് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? എന്താ ഫസ്റ്റിൽ ഇതിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേര്? ആ അതല്ല, വേറെ 4 സ്ഥലല്ലേ? അറിയില്ല, പോയോക്കും. ഫുള്ള് സ്നോ ഉണ്ട്, 2 സൈഡിലും സ്നോ ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോണ്. പിന്നെ എന്റെ ചെമ്പരത്തി എന്റെ ഫുള്ള് മറ്റേ ആർട്ടിഫിഷ്യലാ. എന്റെ ആർട്ടിഫിഷ്യൽ തന്നെയാണല്ലോ. അത് ആർട്ടിഫിഷ്യലാണ്, ഒറിജിനൽ ഒന്നല്ലേ. ഏതാണ് ഈ റോസ് കളറായ ചെമ്പരത്തി? ഞാൻ കുതിരനെ കൊണ്ട് പോയ അവിടുന്ന് നിന്റെ കാല് ഓടാ ഓടാ അണ്ണാച്ചി. ആ ഇന്റെ അതാ പറയുന്നത്. നോക്കിയ ഇവിടെ ആയത് നോക്കിയ. നമ്മള് പെഹൽഗാമിൽ വന്നിറങ്ങി താഴോട്ട് പോവാണ്. ഫസ്റ്റ് ലോലൊക്കെ താഴെ പോയിന് ഫിറ്റായിട്ടാ. നമ്മള് സ്റ്റേ ഒരുമിച്ചല്ലോ. നിങ്ങളെവിടെ സ്റ്റേ? ഡാലേക്കിന്റെ അടുത്തോ? നാളെ പോവും. എങ്ങനെ പോണ്?
ബുക്ക് ചെയ്താ ഓ बड़ा फोटो से टू है भैया सबका കേറാൻ പറ്റൂ ഇറങ്ങുമ്പോ പണത്തിന് മേലെ എന്ത് പറക്കുന്നു അറിയില്ല എന്തും പറക്കും ഉദ്ദേശിക്കുന്നത് എന്താണോ പണത്തിന് പോലെ പലതും പറക്കൂല പറക്കുന്ന ക്ലാസ് രസം ഉണ്ടോ Добре, не в мене це є дочеря, це не буде.